കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ചിലതൊക്കെ ഞാൻ എന്നെ തന്നെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ. രവിവർമ്മൻ എന്ന എനിക്ക് എന്നോട് തന്നെ കള്ളം പറയേണ്ടി വരുന്നുണ്ടോ എന്നൊരു തോന്നൽ. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്തിനെ കുറിച്ച് ഈ പറയുന്നേ? ശരിക്കും ഞാൻ തന്നെയാണോ നിന്നെ പെറ്റത്? അതോ അന്ന് ആ കാഴ്ചയില്ലാത്ത പെൺകുട്ടി വന്ന് ആദ്യം പറഞ്ഞതുപോലെ നീ വേറെ ആരെങ്കിലും ആണോ? നിന്റെ ഇപ്പോഴുള്ള ചെയ്തികൾ വെച്ച് ആ കാര്യത്തിലും എനിക്കിപ്പോ സംശയമുണ്ട്. നിനക്ക്, അനിയത്തിക്കുട്ടിക്ക്, രാജലക്ഷ്മി അമ്മയ്ക്ക്, ത്രിവിക്രമന്, അങ്ങനെ പലർക്കും തോന്നിയ സംശയം. സാന്ദ്രയും ഇതേ സംശയം തന്നെ ചോദിച്ചു. വേറെ പലരുടെയും മനസ്സിൽ ഇപ്പോഴും അങ്ങനെയുള്ള സംശയമുണ്ട്. നമ്മളോട് ചോദിക്കാത്തത്. ശ്രീലക്ഷ്മിയെക്കുറിച്ച് ശ്രീലക്ഷ്മിയുടെ അച്ഛന് സംശയം തോന്നി തുടങ്ങിയപ്പോൾ മുതൽ നമ്മളുടെ പരാജയം തുടങ്ങിക്കഴിഞ്ഞു. ആ സംശയങ്ങൾ പലരിലേക്കും പടർന്നു കയറുന്നുണ്ട്. സ്വന്തം അച്ഛനവരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയപ്പോ ഇതെന്റെ ശ്രീലക്ഷ്മിയാണെന്ന് ഞാൻ ഉറപ്പോടെ വിശ്വസിച്ചു. ഇപ്പോ ആ ഒരു ഭയന്നത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. നീ പറയുന്നതൊക്കെ ഞാൻ സമ്മതിച്ച് തരുമായിരുന്നു മുമ്പായിരുന്നെങ്കിൽ. പക്ഷേ വാക്കുകൊണ്ടോ മൗനം കൊണ്ടോ നീ ഇപ്പൊ പറഞ്ഞത് ഞാൻ ശരിവെച്ച് തന്നാൽ ഇനി അതൊരു വലിയ തെറ്റായി മാറും. അതെ രവി, എനിക്ക് ഉറപ്പുണ്ട് ഇത് നിന്റെ ശ്രീലക്ഷ്മി തന്നെയാ. നീയായിരുന്നു ശരിയെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുപോലെ അധികം താമസിയാതെ എല്ലാവർക്കും ബോധ്യമാവും. അതെങ്ങനെയാ നിനക്ക് തർപ്പിച്ച് പറയാൻ കഴിയുന്നത്? അങ്ങനെയുള്ള എന്തെങ്കിലും സാഹചര്യത്തിൽ നീ ശ്രീലക്ഷ്മിയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തോ? എന്തിനാ രവി ഇനി കാണുന്നതും കേൾക്കുന്നതും? ഇപ്പോഴുള്ള ശ്രീലക്ഷ്മിയോട് ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ പോരെ അത് ബോധ്യമാവാൻ? ശ്രീലക്ഷ്മിയല്ല കൺമണിയാണെന്ന് ഞാൻ ആദ്യമേ നിന്നോട് പറഞ്ഞപ്പോ നീ സമ്മതിച്ചില്ല. അപ്പോ നീ നിന്റെ വാദങ്ങൾ ജയിക്കാൻ ധാരാളം തെളിവുകൾ നിരത്തി. എന്നിട്ട് ഇപ്പൊ ശരിക്കും ശ്രീലക്ഷ്മിയാണെന്ന് എല്ലാവർക്കും ബോധ്യമായി വരുമ്പോ നീ മറ്റൊരർത്ഥത്തിൽ ചിന്തിക്കുന്നത് ഒരിക്കലും ശരിയല്ല. നിന്റെ ഒറ്റ ഉറപ്പുമേല ഞാനും സാന്ദ്രാമേടവും, എന്തിന് ഗായത്രി അമ്മ വരെ ഇതെല്ലാം സത്യമായിരുന്നു എന്ന് വിശ്വസിക്കുന്നത്. ആദ്യം നീ വിശ്വസിക്ക്, ബാക്കിയെല്ലാം സ്വയം നടന്നോളൂ. അതാണ് രാജാ എന്നെ കൊണ്ട് ഇപ്പൊ സാധിക്കാത്തത്. സരോജമ്മ പറഞ്ഞ ഓരോ വാക്കുകളും കേട്ടത് ചെവി കൊണ്ടാണെങ്കിലും വന്ന് തറച്ചത് ഈ ഹൃദയത്തില്. കണ്ണു നിറഞ്ഞുള്ള ആ അമ്മയുടെ ഓരോ വാക്കുകൾക്കും എന്നെ ചുട്ടിരിക്കാൻ പാകത്തിന് കാഠിന്യമുണ്ടായിരുന്നു. അത് നീ മനസ്സിൽ വെക്കേണ്ട കാര്യം പോലും ഇല്ല രവി. സരോജമ്മയുടെ സംസാരവും രീതിയൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ. ദേഷ്യം വരുമ്പോ അങ്ങേ അറ്റം വരെയും പറയും, അത് മാറുമ്പോ ഇങ്ങേ അറ്റം വരെ സ്നേഹിക്കുകയും ചെയ്യും. അവിടെയാണ് രാജാറാം എന്റെ പല വാദപ്രതിവാദങ്ങളും തകർന്നു തുടങ്ങിയത്. നീ പറഞ്ഞ സരോജാമ്മയുടെ സ്നേഹത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ സ്വന്തം മകളായ ശ്രീലക്ഷ്മി മനസ്സിലാക്കാത്തതിലാണ് എന്റെ ആലോചനകൾ മാറിത്തുടങ്ങിയത്. സംശയങ്ങൾ തോന്നിത്തുടങ്ങിയത്. ശ്രീലക്ഷ്മിയായിരുന്നെങ്കിൽ അവിടെ തന്നെ പരിഹാരം ഉണ്ടാകേണ്ട ഒരു വിഷയത്തിൽ ഒന്നും മിണ്ടാതെ പതറിയാണ് ശ്രീലക്ഷ്മി നിന്നത്. സ്വന്തം അമ്മയുടെ കണ്ണുനീര് കണ്ടിട്ടും കുലുങ്ങാതെ നിന്ന ശ്രീലക്ഷ്മിയുടെ മുഖം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. സരോജാമ്മയുടെ ഓരോ വാക്കുകൾക്കും
താൻ തന്നെയാണ് കുറ്റക്കാരിയെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ശ്രീലക്ഷ്മി സമ്മതിക്കുന്നുണ്ടായിരുന്നു. എന്റെ ശ്രീലക്ഷ്മിയിൽ നിന്ന് ഒരിക്കലും ഇങ്ങനൊരു പ്രതികാരം ഉണ്ടാവില്ലെന്ന് സത്യമാണ്. മനസ്സിലായി രവി, നടന്നത് ചെറിയൊരു സന്ദർഭം. അതിനെ വേറെ പല കാര്യങ്ങളുമായി കൂട്ടിക്കെട്ടി ആലോചിച്ച് നീ വലുതാക്കിയതാ ബാക്കിയെല്ലാം. അതെ, അത് തന്നെയാ നടന്നിരിക്കുന്നത്. ഇനിയും നീ ഇതിനെ ആലോചിച്ച് വലുതാക്കും. അതുകൊണ്ട് ആ ആലോചന നമുക്ക് ഇവിടെ നിർത്താം. അത് കൺമണിയാണെങ്കിലും ശ്രീലക്ഷ്മിയാണെങ്കിലും ആദ്യം രൂപം കൊണ്ടും ഇപ്പോ സംഭാഷണ ഭാവ വ്യത്യാസങ്ങൾ കൊണ്ടും അത് ശ്രീലക്ഷ്മി തന്നെയാണ് എന്ന നിഗമനത്തില് നീ ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടത്. സത്യം പറഞ്ഞ എല്ലാവരുടെയും സംശയങ്ങൾക്കിടയിൽപ്പെട്ട് അവൾ അവളുടെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. ശരിക്കും കൺമണിയാണെങ്കിൽ തന്നെ അവൾ വന്ന കാര്യം എന്നേ കഴിഞ്ഞു. നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ വരെ പറഞ്ഞിട്ടും അവൾ ഇപ്പോഴും നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ ശരിവെച്ചോ രവി, അവൾ നിന്റെ ശ്രീലക്ഷ്മി തന്നെയാണ്. നിങ്ങൾക്കിടയിൽ ഒരു ആത്മബന്ധമുണ്ട്. പ്രണയം കൊണ്ട് നിങ്ങൾ തന്നെ കെട്ടിപ്പടുത്തുയർത്തിയ ഒരു ആത്മബന്ധം. നിന്നെപ്പോലെ ഞാനും വിശ്വസിക്കുന്നു. എന്തൊക്കെയോ കുറച്ച് മിസ്സിംഗ് ഉണ്ട് ശ്രീലക്ഷ്മിയിൽ. അതിൽ പ്രധാനം ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത നീയും നിന്റെ സ്നേഹവുമാണ്. എത്ര താഴ്വരയിലേക്ക് വീണാലും അത് ശ്രീലക്ഷ്മിയിൽ നിന്ന് പോവില്ല. ഒരു ദിവസം, എന്നെങ്കിലും ഒരു ദിവസം അവളെല്ലാം ഓർക്കും, പറയും, തിരിച്ചറിയും. നിന്നോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, ഒരാൾക്കും അവരവരുടെ വ്യക്തിത്വം വിട്ട് അധികകാലം ജീവിക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് നിന്റെ ശ്രീലക്ഷ്മിയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് നിനക്ക് തോന്നുമ്പോഴൊക്കെ നീ ഒരു അതിരും വെക്കാതെ, സംശയത്തിന്റെ ഒരു കണുകക്കിടം കൊടുക്കാതെ നീ അവളെ സ്നേഹിക്കണം രവി, നിലമറന്ന് സ്നേഹിക്കണം. ആ സ്നേഹത്തിന്റെ അവസാനം നമുക്ക് നെല്ലും പതിരും തിരിച്ചറിയാൻ പറ്റും. നിന്നെയും ശ്രീലക്ഷ്മിയും നല്ലപോലെ അറിയാവുന്ന ആളെന്ന രീതിയിൽ എനിക്കിതിനപ്പുറം ഒന്നും പറയാനില്ല. എല്ലാം നല്ലതിനാവും, ഉറപ്പ്. എനിക്ക് ഉറപ്പാ സാന്ദ്ര മാഡം, ഇത് രാഗസുധ ചെയ്തത് തന്നെയാ. രാജാറാം സാറും ഇത് തന്നെയാ പറഞ്ഞത്. ജയിലിലായപ്പോ സമാധാനം കിട്ടിയെന്ന് കരുതിയതാ. ഇതിപ്പോ അവള് കൂടുതൽ അപകടകാരിയായി മാറുകയാ ചെയ്തത്. കാല് സ്ലിപ്പായി എന്നെ പിടിക്കാൻ കുനിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്റെ മുന്നിൽ രവി സാറ്. ഏയ് മാഡം, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നിങ്ങളുടെ രണ്ടാളുടെയും സ്വകാര്യത ഇല്ലാതാക്കേണ്ടത് കരുതിയ രാജാറാം സാർ സെക്യൂരിറ്റീസിനെ കൂടെ അയക്കാത്തത്. അല്ല, അവള് ജയിലിനകത്തായ സ്ഥിതിക്ക് മാഡത്തിന്റെ പ്ലാൻ ഇനി എങ്ങനെ വർക്കൗട്ടാവും? അവള് പുറത്തായിരുന്നപ്പോ അവളെ ഞാൻ ഒരുപാട് അന്വേഷിച്ചു, കണ്ടില്ല. പക്ഷെ ഇപ്പൊ അവൾ അകത്താ, ഞാൻ പുറത്തും. ലക്ഷ്യമെല്ലാം ഒന്ന് തന്നെ, മാർഗത്തിൽ ചെറിയൊരു തിരുത്ത് വേണമെന്നേ ഉള്ളൂ. ഇനി ഒരിക്കൽ കൂടി എന്റെ രവിസാറിന്റെ നേരെ അവള് നിറയൊഴിക്കരുത്. അതെനിക്ക് തടഞ്ഞേ പറ്റൂ. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്.
നിനക്കൊരു വിസിറ്റർ ഉണ്ട്, വേണമെങ്കിൽ ചെന്ന് കാണ്. തൽക്കാലം എനിക്ക് ആരെയും കാണണ്ട. വന്നയാൾക്ക് നിന്നെ കണ്ടേ പറ്റുള്ളൂ. ആരാ വന്നത്? രവിചന്ദ്രവർമ്മനോ രാജാറാമോ? വർമ്മനും രാജാവും ഒന്നുമല്ല, ഒരു സ്ത്രീയാ. ഏത് സ്ത്രീ? അതറിയണമെങ്കിൽ നീ അങ്ങോട്ട് പോയി നോക്കടി. ആരാ? ആഹാ, ഇതാര്? ശ്രീലക്ഷ്മിയോ? നീ എന്താ ഈ വേഷത്തില്? ഒരുമാതിരി കാട്ടുവാസി ലുക്കില്. വർമ്മവില്ലേന്ന് നിന്നെ പടിയടച്ച് പിണ്ടം വെച്ചോ? ഒരു സ്ത്രീ എന്നെ കാണാൻ വന്നു എന്ന് അറിഞ്ഞപ്പോ ഞാൻ കരുതി ഇളയ സന്തതിക്ക് കാര്യപ്രാപ്തി ഇല്ലാത്തതുകൊണ്ട് ഉണ്ടായിരുന്ന പെൺസന്തതിക്ക് വരണമാലി അണിയിച്ചവനെ പുത്രനായി വാഴിക്കുന്ന ഒരു മാതാവ് ഉണ്ടല്ലോ അവിടെ വർമ്മവില്ലയില്, ഗായത്രി ദേവി. അവരായിരിക്കുന്നു എന്റെ കൈകൊണ്ടുള്ള പുത്രനിഗ്രഹം ഒഴിവാക്കണേന്ന് അപേക്ഷിക്കാൻ. എന്നെ മുഖാമുഖം കാണാനും സംസാരിക്കാനും വന്നിരിക്കുന്നത് ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞപ്പോ പ്രൗഢിയിൽ തിളങ്ങി നിൽക്കുന്ന ഗായത്രി ദേവിയെ പ്രതീക്ഷിച്ച ഞാൻ വന്നത്. പക്ഷേ നീരേറ്റ് കോളനിയിലെ നിർധനനായ സുദർശന്റെ മകൾ കുലീനയായ ശ്രീലക്ഷ്മിയെ ഞാനിവിടെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വന്നതും കാണുന്നതും എന്തിനായാലും രവിവർമ്മന് ഞാൻ മാപ്പ് കൊടുക്കില്ല. അതിനുള്ള അപേക്ഷയുടെ വാറോലക്കെട്ട് നീ അഴിക്കണ്ട. അവനെ, നിന്റെ ഭർത്താവിനെ ഞാൻ കൊല്ലും. അല്ല, ആരെ കൊല്ലുന്ന കാര്യ നിങ്ങൾ ഈ കിടന്ന് പ്രസംഗിക്കുന്നത്? സത്യം പറഞ്ഞ നിങ്ങൾ പറഞ്ഞ പലതും നമുക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് തെളിച്ച് പറയൂ. മനസ്സിലാക്കി തരുന്നുണ്ട് ഞാൻ. നിന്നോട് ഇപ്പോഴും ഞാൻ സംസാരിക്കുന്നത് അന്തി ഉറങ്ങാനുള്ള സ്ഥലവും അന്നവും ഒരു മകളുടെ സ്നേഹവും തന്ന് എന്നെ പരിചരിച്ച നിന്റെ രക്ഷകർത്താക്കളെ ഓർത്തിട്ട. ദേ, ആ സിമ്പതി നിന്നോട് മാത്രമേ ഉള്ളൂ. നീ വക്കാലത്തും കൊണ്ടുവന്ന വേറെ ആർക്കും അത് ഉണ്ടാവില്ല. ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ഞാനും രവിചന്ദ്രവർമ്മനും മുഖാമുഖം കാണുമ്പോ ആ യുദ്ധഭൂമിയിൽ നീ ഉണ്ടാവരുത്. വർമ്മൻ കുടുംബത്തിലെ അവസാന അംഗമായി നീ അവശേഷിക്കണം. രവിചന്ദ്രവർമ്മൻ എന്ന നരാധമനെ ഓർത്ത് കണ്ണീര് തോരാത്ത വിധവയായിട്ട്. അതാ ഞാൻ നിനക്ക് തരുന്ന ശിക്ഷ. നിർത്ത് 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 നിർത്ത്. ഇനി നമ്മൾ പറയുന്ന നിങ്ങളൊന്ന് കേക്കൂ. ഇപ്പോഴാ ശരിക്കും നമുക്ക് കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലായത്. ഇനി നമ്മളൊരു സത്യം പറയാം. നിങ്ങൾ പറഞ്ഞ കഥയും ഈ കഥാപാത്രങ്ങളുമായിട്ട് ഈ കൺമണിക്ക് യാതൊരു ബന്ധവും ഇല്ല. കാരണം നമ്മൾ ശ്രീലക്ഷ്മി അല്ല. നിങ്ങൾക്കത് വിശ്വസിക്കാൻ കുറച്ച് സമയം എടുക്കുന്നു നമുക്കറിയാം. പക്ഷെ അതാണ് സത്യം. അതുകൊണ്ട് തന്നെ നിങ്ങളെ പഴയ പ്രതികാരമൊന്നും നമുക്കറിഞ്ഞൂടാ. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കൊല്ലാം.
നമുക്കതൊന്നൊരു വിഷയേ അല്ല. നീ എന്താ എന്നെ പൊട്ടിയാക്കോണോ? പലപ്പോഴും ഞാനുമായി മുഖാമുഖം കണ്ട് സംസാരിച്ച ശ്രീലക്ഷ്മി അല്ല നീ എന്ന് പറഞ്ഞ അത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. പലരോടും പറഞ്ഞു മടുത്ത ആ കഥ നമ്മൾ ഇവിടെയും പറയാം. രവിവർമ്മനും ഭാര്യയും ഒരു യാത്ര പോയി. ആ യാത്രയില് വലിയൊരു അപകടം ഉണ്ടായി. അതില് ശ്രീലക്ഷ്മി എന്ന കഥാപാത്രം മരിച്ചു. ഇത്രയും ഞാൻ കേട്ട കഥ. ഇനി നമ്മുടെ കഥ നമ്മൾ പറയാം. നീ എന്താടി കാണിക്കണേ? പറഞ്ഞ തീയതിയില് പറഞ്ഞ സമയത്ത് നിന്റെ ഓപ്പറേഷൻ ഈ കണ്ണമ്മ നടത്തിയിരിക്കും. നമ്മുടെ ചേച്ചിയുടെ ഓപ്പറേഷന് പൈസ തരാന്ന് പറഞ്ഞില്ലേ, അത് കിട്ടുമോന്ന്? പൈസ തന്നാൽ നിങ്ങൾ വെച്ച കാര്യത്തിന് ഞാൻ സമ്മതിക്കാം. സമ്മതിച്ചു. ആ ശ്രീലക്ഷ്മി മരിച്ചു. ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. അങ്ങനെയാ നമ്മൾ ഈ നാട്ടിലേക്ക് വന്നത്. നമ്മൾ കൺമണിയാണെന്നറിയാതെ എല്ലാരും നമ്മളെ ശ്രീലക്ഷ്മി എന്നും പറഞ്ഞ് വാരിക്കോരി സ്നേഹിക്കുന്നു. നമുക്കറിയാം നിങ്ങൾക്ക് ഇതൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തതാണെന്ന്. നമ്മൾ ഇവിടെ വന്ന് ഒരു പരിചയമില്ലാത്ത നിങ്ങളെടുത്ത് ഇതൊക്കെ പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഇന്ന് രാവിലെ ആ രവിവർമ്മന് നേരെ നിങ്ങൾ ഗുണ്ട ഒരു വെടിവെച്ചില്ലേ? അതല്പം മാറിയിരുന്നെങ്കിലേ നമ്മളെ പേട്ട് തല ചിതറിയനെ. നിങ്ങൾക്കാരേലും കൊല്ലണമെങ്കിൽ അത് അവരോടായിക്കോ. ഒരു ബന്ധം ഇല്ലാത്ത ഈ കൺമണിയെ ഒന്ന് വെറുതെ വിട്. രാഗസുതയ്ക്ക് വേണ്ടത് അവരുടെയൊക്കെ ജീവൻ, നമുക്ക് വേണ്ടത് അവരുടെയൊക്കെ പൈസ. നമ്മളെ ശ്രീലക്ഷ്മിയെ കാണുന്നിടത്തോളം ചുമ്മാ നമ്മളൊന്ന് ആ രവിവർമ്മനെ മുട്ടി ഒരുമി നിന്നാ മാത്രം മതി. ചോദിക്കുന്നത് അയാള് തരും. അയാള് തരാൻ മടിച്ചാലും ഈ കൺമണി അത് വാങ്ങിച്ചെടുക്കും. കിട്ടാവുന്നതൊക്കെ ഊറ്റി കഴിയുമ്പോ നമ്മളൊരു മുങ്ങ മുങ്ങും. അതുവരെ സുധ നമ്മളെ ഉപദ്രവിക്കരുത്. നീ പറയുന്നതൊന്നും വെള്ളം തൊടാതെ വിഴുങ്ങിയിട്ടില്ല ഞാൻ. നീ ശ്രീലക്ഷ്മി അല്ലെങ്കിൽ നിനക്കൊന്നും സംഭവിക്കില്ല, ഉറപ്പ്. അത് മതി, അത് മതി നമുക്ക്. പിന്നെ ഇവിടെ വന്ന് സുധയോട് സംസാരിച്ചപ്പോ വേറൊരു കാര്യം നമ്മൾ ആലോചിച്ചു. ഈ പറയുന്ന രവിചന്ദ്രവർമ്മനും നമ്മളും രാഗസുധയും തമ്മില് യാതൊരു ബന്ധവും ഇല്ല. രാഗസുധയ്ക്ക് അവരെ കൊല്ലണം. നമുക്ക് അത്യാവശ്യം കുറച്ച് പൈസയും വേണം. നമുക്ക് ഒരുമിച്ച് നിന്നാ എല്ലാം എളുപ്പമാവും. എനിക്ക് ആരുടെ സഹായത്തിന്റെ ആവശ്യമില്ല. ഞാനായിട്ട് തന്നെ രവിയുടെ തല എടുത്തോളാം. എന്റെ കാൽച്ചോട്ടി കിടന്ന അവൻ മരിക്കേണ്ടത്. അതിനി ആര് കുറുകെ നിന്നാലും ശരി, അത് ഞാൻ നടത്തും. നിനക്ക് നമ്മുടെ തനി സ്വരൂപം അറിയാത്തോണ്ടാ. സത്യം, നമുക്കൊരാളെ തകർക്കണമെന്ന് തോന്നിയ
തകർത്ത് അസ്ഥിവാരം തോണ്ടിയിട്ടേ നമ്മൾ അടങ്ങും. നമ്മൾ നേരത്തെ പറഞ്ഞത് രാഗസുധയ്ക്ക് മനസ്സിലായിട്ടില്ല. അതായത് ഇതിനകത്ത് കിടക്കുന്ന നിനക്ക് എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്, എന്നാ കൺമണിക്കതില്ല. ഇങ്ങനെ വാടക കൊണ്ടേ പറഞ്ഞയച്ച് ഒരു പാഴ്വെടി വെച്ചെന്നും പറഞ്ഞ് രവിയോ കൂട്ടരോ ഭയക്കൊന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അവരെ എല്ലാരെയും ഭയപ്പെടുത്താനും തകർക്കാനും ഒരൊറ്റ ആയുധേ ഉള്ളൂ, സ്നേഹം. കറ കളഞ്ഞ നല്ല സ്നേഹം.